നമസ്കാരം. കേരളത്തിലെ ചാനൽ സംസ്കാരത്തിന് തികച്ചും തെറ്റായ ഒരു വഴിത്തിരിവ് നൽകിയത് ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ 24 ന്യൂസ് എന്ന പേരിൽ ചാനൽ തുടങ്ങിയപ്പോഴാണ്. ശ്രീകണ്ഠൻ നായർ എങ്ങനെയാണോ എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ നടത്തിയിരുന്നത്, അതേ രീതിയിൽ വാർത്ത അവതരിപ്പിക്കാൻ തുടങ്ങി. ഡോക്ടർ അരുൺകുമാറിൻ്റെ സാങ്കേതിക മികവ് കൂടി ചേർന്നതോടെ 24 ന്യൂസ് ജനപ്രിയമായി. പക്ഷേ കേരളത്തിലെ ചാനൽ പ്രവർത്തനം അടിമുടി മാറേണ്ട സാഹചര്യം രൂപപ്പെട്ടു. ഏത് നിസ്സാര കാര്യവും പെരുപ്പിച്ചു കാട്ടി അതിവൈകാരികമായി വാർത്തയാക്കി മാറ്റി റേറ്റിംഗ് നേടാനായിരുന്നു ശ്രീകണ്ഠൻ നായരുടെ ശ്രമം. ആ ശ്രമം അതിൻ്റെ 10 മടങ്ങ് ശക്തമായി വ്യാജ വാർത്തകളുടെ മേമ്പൊടിയിൽ ആവർത്തിക്കുകയായിരുന്നു ഡോക്ടർ അരുൺകുമാറിൻ്റെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ ചാനൽ. അങ്ങനെ നുണയാര് പറയും എന്ന മത്സരത്തിൽ ശ്രീകണ്ഠൻ നായർ തോറ്റുപോവുകയും ഏറ്റവും വലിയ നുണകളും പച്ചക്കള്ളങ്ങളും വാർത്തയാക്കി മാറ്റി റിപ്പോർട്ടർ ചാനൽ അതിവൈകാരിക റിപ്പോർട്ടിംഗ് രീതിയിലൂടെ മുമ്പിലെത്തുകയും ചെയ്തു. ഇന്ന് ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമാണ് റേറ്റിംഗിലുള്ളത്. ഏറ്റവും പുതിയ റേറ്റിംഗ് ഈ ആഴ്ച ഇറങ്ങിയപ്പോൾ ഏഷ്യാനെറ്റിന് 86 പോയിൻറ്റും റിപ്പോർട്ടറിന് 80 പോയിൻറ്റുമാണ്. മൂന്നാം സ്ഥാനത്ത് ബഹുദൂരം പിന്നിലായി 48 പോയിൻറ്റോടെ 24 ന്യൂസും, 39 പോയിൻറ്റോടെ മനോരമ ന്യൂസും, 34 പോയിൻറ്റോടെ ന്യൂസ് മലയാളവും, 33 പോയിൻറ്റോടെ മാതൃഭൂമിയും നിലനിൽക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ചാനലുകളുടെയും റേറ്റിംഗ് കുറഞ്ഞു വരുന്നു എന്നതാണ്. 100-ന് മുകളിൽ നിന്നിരുന്ന ഏഷ്യാനെറ്റിൻ്റെ റേറ്റിംഗ് 86 താന്നു. എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ സ്വയം അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു. അതിനിടയിലാണ് ഇറാനുമേൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ആക്രമണം നടത്തിയത്. ഈ ആക്രമണം ചാനലുകൾക്ക് റേറ്റിംഗ് കൂട്ടാനുള്ള വലിയ ആയുധമായി മാറി. കേരളത്തിലെ ചാനലുകൾ ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത വിധത്തിൽ മത്സരിച്ച് റിപ്പോർട്ടിംഗ് ആരംഭിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളിലെ ചാനലുകൾ അവരവരുടെ രാജ്യത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായി ഒന്നും ചെയ്യാതിരിക്കവേ ഇവിടെ അനാവശ്യമായി ഇന്ത്യയെ കുറ്റം പറയുക, ഇന്ത്യയുടെ സഖ്യകക്ഷികളായ ഇസ്രായേലിനെയും അമേരിക്കയും തള്ളിപ്പറയുക തുടങ്ങിയ നിലപാടിലേക്ക് മാറി. മാത്രമല്ല GCC രാജ്യങ്ങളുമായി ഇന്ത്യക്ക് നല്ല ബന്ധമാണ്. ആ ബന്ധങ്ങളെ കുഴപ്പത്തിലാക്കുന്ന നിലപാട് ഇന്ത്യക്ക് എടുക്കാൻ കഴിയില്ല. എന്നാൽ അതിവൈകാരികമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് റേറ്റിംഗ് കൂട്ടാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ചാനലുകൾ, പ്രത്യേകിച്ച് മലയാളം ചാനലുകൾ. റിപ്പോർട്ടർ ചാനൽ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ വലിയ വിമർശനത്തിന് കാരണമായി. ലേലം വിളിക്കുന്നത് പോലെ, ഫുട്ബോൾ കമൻട്രി പറയുന്നത് പോലെ, തെരഞ്ഞെടുപ്പ് ഫലം പറയുന്നത് പോലെ അതിവൈകാരികമായി അലറി വിളിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിംഗ് രീതിയായിരുന്നു യുദ്ധത്തിൽ അവർ എടുത്തത്. വലിയ ഭയപ്പെടുത്തുന്ന ചിത്രങ്ങളും AI ഇമേജുകളും കാണിക്കുക, മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന തരത്തിൽ ഭീതി സൃഷ്ടിക്കുക എന്നിവയൊക്കെയായിരുന്നു ഈ ചാനലുകളുടെ ബാർക്ക് റേറ്റിംഗ് മത്സരത്തിലെ മാനദണ്ഡം. ഒരു ചാനൽ കടുത്ത മത്സരം തുടങ്ങിയതോടെ മറ്റ് ചാനലുകൾക്കും ബിഗ് ബ്രേക്കിംഗ് എന്ന പേരിൽ വ്യാജ വാർത്തകൾ കൊടുക്കേണ്ടി വന്നു. സൗദിയും UAEയും ഖത്തറും ബഹ്റൈനുമൊക്കെ ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങളാണ് എന്ന് തിരിച്ചറിയാതെ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന ആക്രമണത്തോടെ GCC രാജ്യങ്ങൾക്ക് പോലും സമ്മതമാണ് എന്ന് മനസ്സിലാക്കാതെ ഇറാന് വേണ്ടി വിടുപണി ചെയ്യുന്ന രീതിയാണ് നമ്മുടെ ചാനലുകൾ ഏറ്റെടുത്തത്. നമ്മുടെ പൊതുബോധത്തിന് അനുസൃതമായി ജനത്തിൻ്റെ ക്ഷമയെ കബളിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ ചാനലുകൾ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ പോലുള്ള ചാനലുകൾ മത്സര രംഗത്തിറങ്ങിയതോടെ ജനങ്ങൾ ഇവരെ തെറിവിളിച്ചുകൊണ്ട് രംഗത്തെത്തി. വ്യാജ വാർത്ത പറയുകയും നുണ പ്രചരിപ്പിക്കുകയും ഭീതി വളർത്തി റേറ്റിംഗ് കൂട്ടുകയും ചെയ്യുന്ന ചാനലുകൾക്കെതിരെ നിരവധി പേരാണ് രംഗത്ത് വന്നത്. മറുനാടന് അത്തരത്തിൽ അയച്ച ഒരു സന്ദേശം ഒരിക്കൽ കൂടി കേൾക്കുക. സായൻ സാറേ, നമസ്കാരം. സാറേ, ഞങ്ങള് നാട്ടിലെ പ്രയാസങ്ങളൊക്കെ കൊണ്ടല്ലേ ഞങ്ങള് നാട് വിട്ടു ഇവിടെ ഒക്കെ വന്ന് താമസിക്കുന്നത്. അപ്പം ഇപ്പൊ ഈ 1-2 ചാനലുകാര്, മെയിൻലി ഈ റിപ്പോർട്ടർ, പിന്നെ 24, ഇവർക്കെതിരെ ഒരു പ്ലീസ് ദയവ് ചെയ്ത്, ഞങ്ങൾ ലക്ഷക്കണക്കിന് പിന്നെ മലയാളികൾ, പ്രവാസികൾ ഇവിടെ ജീവിച്ചു പോവുക. ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അത് ശരിയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷെ വ്യാജ വാർത്തകൾ, ഈ അവിടെ കത്തുന്നു, ഇവിടെ പൊട്ടുന്നു, അത് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ കുവൈറ്റിൽ നിന്ന് സാറെ വിളിക്കുന്നത്. എല്ലായിടത്തും ബന്ധപ്പെടുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, സൈറനോ അലാറോ ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ ഈ വെറുതെ വീട്ടുകാരെയും വരട്ടി ഇവിടെ കിടക്കുന്ന ഞങ്ങളെയും വരട്ടിയാല്, ഒന്നാമത് സാറിനറിയാലോ, കൊറോണയ്ക്ക് മുമ്പ് പ്രവാസികൾക്ക് അത് തരും ഇത് തരുമെന്നും പറഞ്ഞു തള്ളു അല്ലാതെ വേറൊന്നുമില്ല. ഞങ്ങൾക്ക് അപ്പൊ അവിടെ വന്ന് തള്ളു നിന്ന് ജീവിക്കാൻ പറ്റുമോ? ഞങ്ങൾ എങ്ങനെയും ഇവിടെ ജീവിച്ചു പോട്ടെ. ഇവരോട് പറ, ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത ന്യൂസ് കൊടുത്ത് വെറുതെ വീട്ടുകാരെയും കൂടെ വരട്ടാകുന്നു. സാർ ദയവ് ചെയ്ത് ഇതൊന്ന് പോസ്റ്റ് ചെയ്യണേ. താങ്ക് യു. ഇത്തരത്തിലായിരുന്നു സമസ്ത മേഖലകളിലെയും റിപ്പോർട്ട്. പക്ഷേ നമ്മുടെ ചാനലുകൾ ഇത് ചെവിക്കൊണ്ടില്ല. അവർക്കിതൊരു സുവർണാവസരമായിരുന്നു. അതിവൈകാരികമായി വാർത്തകൾ വളച്ചൊടിച്ച് റേറ്റിംഗ് കൂട്ടാനാണ് അവർ ശ്രമിച്ചത്. അവർക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട്
കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ഇനി വരുന്ന 4 ആഴ്ചത്തേക്ക് ബാർക്ക് റേറ്റിംഗ് നിർത്തിവയ്ക്കാൻ ഉത്തരവിട്ടുകൊണ്ട് കത്തയച്ചു. അതിവൈകാരികമായി ഇന്ത്യയുമായി ആത്മബന്ധമുള്ള രാജ്യങ്ങളെ വെറുപ്പിക്കുന്ന തരത്തിൽ ചാനലുകൾ മത്സരബുദ്ധിയോടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതോടെ ബാർക്ക് റേറ്റിംഗ് അവസാനിപ്പിക്കാൻ ഉത്തരവിടുകയായിരുന്നു. വരുന്ന 4 ആഴ്ച ബാർക്ക് റേറ്റിംഗ് ഇനി ഉണ്ടാവുകയില്ല. യുദ്ധം 4 ആഴ്ച നീളും എന്ന കണക്കുകൂട്ടലിലാണ് ബാർക്ക് റേറ്റിംഗ് തൽക്കാലം നിർത്തിവയ്ക്കുന്നത്. എന്ന് വെച്ചാൽ യുദ്ധത്തിൻ്റെ പേരിൽ ബാർക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അഭ്യാസമൊന്നും വേണ്ട, ഉള്ളത് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടും നിങ്ങളുടെ റേറ്റിംഗ് കൂടാനോ കുറയാനോ പോകുന്നില്ല. ബാർക്ക് റേറ്റിംഗ് ഇനി ഈ 4 ആഴ്ച ഉണ്ടാവില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് വെറുതെ അതിവൈകാരികത സൃഷ്ടിച്ച് പ്രേക്ഷകരെ കൂടുതൽ എത്തിക്കാൻ ശ്രമിക്കുന്ന ചാനലുകളാണ്. ഇനി വരുന്ന 4 ആഴ്ച ഏത് ചാനൽ എത്ര അഭ്യാസം നടത്തിയാലും അവ ബാർക്ക് റേറ്റിംഗിൽ ഉൾപ്പെടുകയില്ല. ബാർക്ക് റേറ്റിംഗ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ 4 ആഴ്ചത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ സർക്കുലറിൽ ഇങ്ങനെ പറയുന്നു: Whereas the central government issued the policy guideline for television rating agencies in India dated 16/01/2014 for television rating and Mrs. Broadcasting Audience Research Council, television rating agency regulated under affords policy guidelines, and where the Ministry of Information Broadcasting has observed that amidst the ongoing Israel-Iran conflict, certain news TV cameras are displaying unwarranted sensational items and speculative content which may potentially create a panic among the general public, especially those having friends and families affected areas residing in the affected areas. യുദ്ധം നടക്കുന്ന ഇടങ്ങളിലും മിസൈൽ വിളന്ന് വീഴുന്ന ഇടങ്ങളിലുമൊക്കെ താമസിക്കുന്ന മനുഷ്യരെ ആശങ്കപ്പെടുന്ന തരത്തിൽ റേറ്റിംഗിന് വേണ്ടി ചാനലുകൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ആൻഡ് വെയറാസ് ക്ലോസ് 24(2) of the Affairs Policy Guidelines, Inter alia prescribed that the company shall be required to comply with any orders, regulations, guidelines, directions, etc. issued by the Ministry of Information and Broadcasting. അതായത് ഈ ബാർക്ക് റേറ്റിംഗ് ഏജൻസി സർക്കാർ പറയുന്നത് കേൾക്കണം എന്ന് ഉത്തരവിൽ പറയുന്നു. Therefore, in the public interest, Ministry of Information and Broadcasting hereby directs Mrs. Bark to immediately withhold reporting on television rating news TV channels for a period of 4 weeks until further directions, which is earlier. അതുകൊണ്ട് തന്നെ എല്ലാ ചാനലുകളുടെയും ബാർക്ക് റേറ്റിംഗ് വരുന്ന 4 ആഴ്ചത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. വാസ്തവത്തിൽ ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ എടുത്ത ഏറ്റവും നല്ല തീരുമാനം എന്ന് പറയേണ്ടി വരും. യുദ്ധത്തിൻ്റെ വൈകാരിക അന്തരീക്ഷത്തെ ഭയം സൃഷ്ടിച്ച് ബാർക്ക് റേറ്റിങ്ങിനുള്ള ഉപാധിയാക്കി മാറ്റിയ ചാനൽ മുതലാളിമാർക്കേറ്റ വലിയ തിരിച്ചടിയാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ളവർ എത്ര സംയമനത്തോടെ ആയിരിക്കും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നോക്കിയിരിക്കുക. അങ്ങനെ ആവേശം കാണിച്ചിട്ടും ബാർക്ക് റേറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇനി സ്വസ്ഥമായി സമാധാനത്തോടെ അരുൺകുമാർമാർക്ക് അവധിയെടുത്ത് വീട്ടിലിരിക്കാവുന്ന സാഹചര്യമാണ് രൂപപ്പെടുന്നത്. ഈ വരുന്ന 4 ആഴ്ചയെങ്കിലും നമ്മുടെ ചാനലുകൾ സമാധാനം നൽകും എന്ന് പ്രതീക്ഷിക്കാം.